ഓക്കെ. സോ നമുക്കിനി മൂന്നാമത്തെ സെഷനിലേക്ക് പോകാം. നമ്മൾ ആദ്യത്തെ 2 സെഷനിൽ നമ്മൾ 121 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി പറഞ്ഞ് 120 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അത് റെലവൻ്റ് അല്ലാത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 60 ക്വസ്റ്റ്യൻ കൂടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വി വിൽ സ്റ്റാർട്ട്. ഓരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ഇൻകം ടാക്സ് പൂർണ്ണമായിട്ടും കഴിഞ്ഞായിരുന്നു. ഇനി നമുക്ക് വരുന്നത് GSTയിലെയും കസ്റ്റംസിലെയും ക്വസ്റ്റ്യൻസാണ് നമുക്കിനി വരുന്നത്. So let's look into the questions. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, if tobacco leaves, പുകയില, procured from agriculturist by a registered person, the applicability of RCM will be yes. അപ്പോൾ ടൊബാക്കോ ലീവ്സ് നമ്മൾ മനസ്സിലാക്കുക. ടൊബാക്കോ ലീവ്സ്, പുകയില, GST ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. മാത്രവുമല്ല, അത് ഒരു കർഷകനിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ഉറപ്പായും അവിടെ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അവിടെ സപ്ലയറായ കർഷകനല്ല GST ലയബിലിറ്റി വരുന്നത്, പകരം വാങ്ങിയ വ്യക്തിക്കാണ്. പിന്നെ വാങ്ങിയത് ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അയാൾ ഒരു രജിസ്റ്റേർഡ് കച്ചവടക്കാരനായിരിക്കണം. ഇപ്പോൾ കൺസ്യൂമർ ആകാൻ പാടില്ല, സാധാരണ ഒരു എൻഡ് കൺസ്യൂമർ ആവരുത്, പകരം ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള കച്ചവടക്കാരനാണ് അത് മേടിക്കുന്നതെങ്കിൽ ഉറപ്പായും അവിടെ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആവും. Then options ആണ്. റിവേഴ്സ് ചാർജ് ഈസ് ആപ്ലിക്കബിൾ ആസ് ദിസ് ഈസ് എ നോട്ടിഫൈഡ് സർവീസ്. റിവേഴ്സ് ചാർജ് ഈസ് ആപ്ലിക്കബിൾ ഇഫ് ABC ട്രാവൽ ഈസ് നോട്ട് രജിസ്റ്റേർഡ്. എവിടെ നിന്നാണ് ഈ ABC ട്രാവലൊക്കെ വന്നത്? ദെൻ ജോയിൻറ്റ് ചാർജ് ഈസ് ആപ്ലിക്കബിൾ, നൺ ഓഫ് ദി എബോ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഓപ്ഷൻ. പക്ഷേ ഈ ഓപ്ഷനിൽ നമുക്കൊരു പ്രശ്നമുണ്ട്. അതായത് റിവേഴ്സ് ചാർജ് ഈസ് ആപ്ലിക്കബിൾ ആസ് ദിസ് ഈസ് എ നോട്ടിഫൈഡ് സർവീസ്. ഇതൊരിക്കലും ഒരു സർവീസ് അല്ല, ഇതൊരു സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതവിടെ സർവീസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സർവീസ് എന്ന് നമ്മളതിനെ പറയാൻ പാടില്ല, പകരം നമുക്കിതിനെ റിവേഴ്സ് ചാർജ് തന്നെയാണ്. അപ്പോൾ ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നമ്പർ 1 തന്നെയാണ്. പിന്നെ ക്വസ്റ്റ്യനിൽ വരുന്ന ഓരോ മിസ്റ്റേക്കാണ് ഇതൊക്കെ. യെസ്. മറ്റൊന്ന്, ഫോർ എ രജിസ്റ്റേർഡ് പേഴ്സൺ ത്രഷോൾഡ് ലിമിറ്റ് ഓഫ് ടേൺ ഓവർ ഇൻ ദി പ്രിസീഡിംഗ് ഫൈനാൻഷ്യൽ ഇയർ ഫോർ ഓപ്റ്റിംഗ് കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള ടേൺ ഓവർ ലിമിറ്റ് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ വർഷം ടേൺ ഓവർ 1.5 കോടി രൂപയ്ക്ക് മേളിൽ പോകാനായിട്ട് പാടില്ല. 1.5 crore ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. യെസ്. സോ 1.5 crore ഈസ് ദി കറക്റ്റ് ആൻസർ. 20 lakh തെറ്റ്, 25 lakh, നൺ ഓഫ് ദി എബവ് തെറ്റ്. സോ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് 1.5 കോടി രൂപയാണ്. ഓക്കെ. ദെൻ എ സപ്ലൈ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 2 or even more സർവീസസ് would be classified as, അതായത് ഒരു കോമ്പിനേഷനായിട്ട് നമ്മൾ സർവീസ് സപ്ലൈ ചെയ്യുകയാണ്, shall be classified as provision that describes the variables that are subject to higher rate of taxation. ഇപ്പോൾ നമ്മൾ 2 or അതിലധികമോ സപ്ലൈകൾ ഒരുമിച്ച് സപ്ലൈ ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ റേറ്റുള്ള സപ്ലൈ ആയി കണക്കാക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? അതൊരു മിക്സഡ് സപ്ലൈ ആയിട്ട് വരുമ്പോഴാണ്. കോമ്പോസിറ്റ് സപ്ലൈ ആയിട്ട് വരുമ്പോഴല്ല. കോമ്പോസിറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ 2 or അതിലധികമോ സപ്ലൈകൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും ചെയ്യുക, പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട സപ്ലൈ ഉണ്ടാകും. മാത്രമല്ല എല്ലാ സപ്ലൈകളും നാച്ചുറലി ബണ്ടിൽഡ് ആയിരിക്കും. അപ്പോൾ അതിൽ ഒരു മെയിൻ പ്രിൻസിപ്പിൾ സപ്ലൈ ഉണ്ടാകും. പക്ഷേ ഇതിൻ്റെ ആൻസർ മിക്സഡ് സപ്ലൈ, ബോത്ത് A and B തെറ്റാണ്, നൺ ഓഫ് ദി എബവ് തെറ്റാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 124 to 125. GST stands for Goods and Services Tax and it is a tax system that covers a wide range of. സോ GST ഒരു ടാക്സ് സിസ്റ്റത്തിനെയാണ് നമ്മൾ GST എന്ന് പറയുന്നത്. ഇറ്റ് കവേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ഗുഡ്സ്, കറക്റ്റാണ്. ഇറ്റ്സ് വൈഡ് റേഞ്ച് ഓഫ് സർവീസസ്, കറക്റ്റാണ്. ഗുഡ്സ്, കമ്പനീസ്, ഇമ്പോർട്ട്സ്, അതും കറക്റ്റ് തന്നെയാണ്. ദെൻ പ്രോഡക്റ്റ്, സിസ്റ്റം ആൻഡ് എക്സ്പോർട്ട്. സോ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു ഉത്തരം നമുക്കിതിനകത്ത് പ്രോപ്പറായിട്ട് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സോ ഇതിനകത്ത് ഗുഡ്സ് എന്ന് മാത്രം പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. സർവീസസ് എന്ന് മാത്രം പറയാൻ പറ്റും. പിന്നെ ഗുഡ്സ്, കമ്പനീസ്, ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് പറയാം. ഇപ്പം നിങ്ങളുടെ ആൻസർ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും കിടക്കുക. എങ്കിലും എനിക്ക് ഈ ക്വസ്റ്റ്യൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഈ 125 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എനിക്കത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ല. കാരണം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടുള്ള എവിടെയെങ്കിലും ഒരു സെൻറ്റൻസ് ചിലപ്പോൾ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടാകാം. മനസ്സിലായി? ആ ഒരു സെൻറ്റൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യന് വേണ്ടി ക്വസ്റ്റ്യൻ ഉണ്ടാക്കി വയ്ക്കുന്ന ഇത്തരം രീതികൾ എക്സാമിന് വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നേ ഉള്ളൂ. ഏതോ ഒരു കണ്ടക്സ്റ്റിൽ ഒരു സെൻറ്റൻസ് പറയുന്നു, ഒരു കണ്ടക്സ്റ്റ്, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടക്സ്റ്റിൽ ഒരു സെൻറ്റൻസ് നമ്മൾ ഒരു കാര്യം പറഞ്ഞു പോകുന്നതിനിടയിൽ ഒരു സെൻറ്റൻസ് GST കവേഴ്സ് ഗുഡ്സ്, കമ്പനീസ്, ഇമ്പോർട്ട്
ശരി തന്നെയാണ്, ജി എസ് ടിക്കകത്ത് ഗുഡ്സ് കവർ ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടിനെ പറ്റി കവർ ചെയ്യുന്നുണ്ട്, കമ്പനികൾക്ക് ജി എസ് ടി ബാധകമാണ്. പക്ഷെ അത് മാത്രമാണോ? നമുക്കങ്ങനെ പറയാൻ കഴിയില്ല. സോ എനിക്ക് 125 എന്ന് പറയുന്ന ഒരു ചോദ്യം നമുക്ക് തൽക്കാലം ലീവ് ചെയ്യാം എന്നുള്ളതാണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി എക്സ്ക്ലൂഷൻ ഫ്രം ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ആഗ്രിഗേറ്റ് ടേൺ ഓവർ. ഈ ആഗ്രിഗേറ്റ് ടേൺ ഓവർ എടുക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കുന്ന കാര്യങ്ങളാണ്. ആഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൊത്തം വിറ്റുവരവാണ്. അതിനകത്ത് ടാക്സബിൾ സപ്ലൈ ഉണ്ടാവും, എക്സംപ്റ്റ് സപ്ലൈ ഉണ്ടാവും, എക്സ്പോർട്ട് സപ്ലൈ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ പർച്ചേസ്, നമ്മളതിനെ പർച്ചേസ് നമ്മൾ ഇൻവേർഡ് സപ്ലൈ എന്നാണ് പറയുക. പർച്ചേസ് നമ്മൾ ആഗ്രിഗേറ്റ് ടേൺ ഓവറിനകത്ത് ഉൾപ്പെടുത്താറില്ല, ഈവൻ ഇഫ് ദാറ്റ് പർച്ചേസ് അട്രാക്ട് റിവേഴ്സ് ചാർജ് മെക്കാനിസം. സോ അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. ബാക്കി എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രിഗേറ്റ് സപ്ലൈക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ ഒന്നാമത്തെ ഓപ്ഷൻ, ഉറപ്പായിട്ടും അത് ആഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഉൾപ്പെടുത്തും. വാല്യൂ ഓഫ് എക്സംപ്റ്റ് സപ്ലൈ വീണ്ടും ഉറപ്പായിട്ടും ഉൾപ്പെടുത്തും. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഉറപ്പായിട്ടും ഉൾപ്പെടുത്തും. സോ ഇവിടെ വാല്യൂ ഓഫ് ഇൻവേർഡ് സപ്ലൈ അതാണ് ഓപ്ഷൻ. ഏതാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം ആയിട്ട് വരുന്നത്. 127. ഇൻ കേസ് ഓഫ് മാനുഫാക്ചറർ എക്സെപ്റ്റ് ഐസ്ക്രീം, പാൻ മസാല, ടൊബാക്കോ, for whom concessional rate applicable under composition scheme of rate of tax. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന മാനുഫാക്ചറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1% ആണ് അവരുടെ. 2.5% തെറ്റ്, 1% തെറ്റ്. നോ കോമ്പോസിഷൻ ഫോർ മാനുഫാക്ചർ തെറ്റാണ്. സോ ഇവിടെ 1% ആണ് നമുക്കിവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. 128. വേറെ രജിസ്റ്റേർഡ് പേഴ്സൺ അണ്ടർ കോമ്പോസിഷൻ സ്കീം ഷാൽ ക്ലെയിം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. നിങ്ങൾ തന്നെ പറയൂ, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുമോ? ഇല്ല. Then 129. What is the time of supply of goods in case of forward charge? നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമുക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. 12 subsection 2. ഒന്നുകിൽ ഇൻവോയിസ് ഇഷ്യൂ ചെയ്ത ദിവസം, അല്ലെങ്കിൽ ഇൻവോയിസ് ഇഷ്യൂ ചെയ്യേണ്ടിയിരുന്ന ദിവസം. സോ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയിസ്, ഡ്യൂ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയിസ്, ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് പേയ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, പരിഗണിക്കത്തില്ല. സോ ഏർലിയർ ഓഫ് എ ആൻഡ് ബി, ഇതാണ് കറക്റ്റ് ആൻസർ. ദെൻ question number 130. What is the time of supply of vouchers when supply is respect of voucher is identifiable? സോ ഈ സപ്ലൈ വൗച്ചർ മുഖാന്തരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ പോയിന്റ് ഇല്ല. വൗച്ചർ മുഖാന്തരം സപ്ലൈ നടത്തിയാൽ അത് സപ്ലൈ ആയി കണക്കാക്കില്ല. അത് ആ പ്രോഡക്റ്റിൻ്റെ സപ്ലൈ ആയിട്ട് തന്നെ കണക്കാക്കുള്ളൂ. വൗച്ചറിൻ്റെ സപ്ലൈ ആയിട്ട് എന്ത് ചെയ്യത്തില്ല, കണക്കാക്കില്ല. ഇത് നമുക്ക് പുതുതായിട്ട് വന്ന അമെൻമെൻറ്റാണ്. നമ്മുടെ അമെൻമെൻറ്റ് വീഡിയോയ്ക്കകത്ത് ആ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ വൗച്ചർ മുഖാന്തരം സപ്ലൈ നടത്തുമ്പോൾ അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ നിലവിൽ സെക്ഷൻ 12(4) കവർ ചെയ്തിരുന്നത്, 13(4) കവർ ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ 2 സെക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് വേണമെങ്കിൽ പറയാം, വൗച്ചറിനകത്ത് പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചറാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. ബാക്കിയെല്ലാം തെറ്റാണ്. ദെൻ 131. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ വാല്യൂ സപ്ലൈ? വാല്യൂ സപ്ലൈക്ക് അത് നമ്മൾ ഉൾപ്പെടുത്താൻ പാടില്ലാത്തത് എന്താണ്? GST. ഇൻട്രസ്റ്റ് ഉൾപ്പെടുത്താം, ലേറ്റ് ഫീ ഉൾപ്പെടുത്താം, കമ്മീഷൻ ഉൾപ്പെടുത്താം. ദെൻ വാല്യൂ ഓഫ് സപ്ലൈ ഷുഡ് ഇൻക്ലൂഡ്. ഇനി പറയുന്നതിൽ എന്തൊക്കെ വാല്യൂ സപ്ലൈക്കകത്ത് ഉൾപ്പെടുത്തണം? നോൺ GST ടാക്സസ് ഉറപ്പായിട്ട് വാല്യൂ സപ്ലൈക്കകത്ത് ഉൾപ്പെടുത്തണം. ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ ഫോർ ഡിലേഡ് പേയ്മെൻറ്റ് ഉറപ്പായിട്ട് ഉൾപ്പെടുത്തണം. സബ്സിഡി ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദ പ്രൈസ് ഉറപ്പായിട്ട് ഉൾപ്പെടുത്തണം. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ്. Next, question number 133. When can transaction value be rejected for computation of value supply? ട്രാൻസാക്ഷൻ വാല്യൂ നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എപ്പോഴാണ്? ബയറും സെല്ലറും റിലേറ്റഡ് ആയിരിക്കുക, അതുപോലെ തന്നെ പ്രൈസ് സോൾ കൺസിഡറേഷൻ അല്ലാതിരിക്കുക. ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ബയർ ആൻഡ് സെല്ലർ അൺറിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ വാല്യൂ ഉൾപ്പെടുത്താം. നെവർ റിജക്റ്റഡ് തെറ്റാണ്. വെരി ലോ മാർജിൻ തെറ്റാണ്. ദെൻ 134. വാട്ട് ഡിഡക്ഷൻസ് ആർ അലൗഡ് ഫ്രം ട്രാൻസാക്ഷൻ വാല്യൂ? ട്രാൻസാക്ഷൻ വാല്യൂവിൽ നിന്ന് നമുക്ക് പൊതുവെ അനുവദിക്കുന്ന ഡിഡക്ഷൻ ഏതാണ്? ട്രാൻസാക്ഷൻ വാല്യൂവിൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഡിസ്കൗണ്ടുകളാണ്. ഡിസ്കൗണ്ടാണ് നമുക്ക് കുറയ്ക്കാനായിട്ട് അനുവദിക്കുക. ബാക്കി എല്ലാം തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ വാല്യൂയിലേക്ക് മിക്കതും ആഡാണ് ചെയ്യാറ്. പാക്കിംഗ് ചാർജ് ഉറപ്പായിട്ട് നമുക്കത് വാല്യൂയിലേക്ക് ആഡ് ചെയ്യേണ്ടത്. എമൗണ്ട് പെയ്ഡ് ടു കൺസ്യൂമർ ഓൺ ബിഹാഫ് ഓഫ് സപ്ലയർ ഉറപ്പായിട്ട് വാല്യൂ ഉൾപ്പെടുത്തേണ്ടതാണ്. ഫ്രൈറ്റ് ചാർജ് ഇൻകേർഡ് ബൈ സപ്ലയർ ഫോർ CIF ടേംസ് ഉറപ്പായിട്ട് അതിനകത്ത് എന്ത് ചെയ്യേണ്ടത് തന്നെയാണ്, ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ്. 135.
Rule 30 of CGST rules inter alia provides the value of supply of goods or service of both based on cost. ഇപ്പോൾ റൂൾ 30 നമ്മൾ വാല്യുവേഷൻ ചെയ്യുമ്പോൾ റൂൾ 30 പറയുന്നുണ്ട്, നിനക്കിപ്പോൾ റൂൾ 27 28 29 അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ, ഇപ്പോൾ നിനക്ക് ട്രാൻസാക്ഷൻ ഒരു സപ്ലൈ നടന്നു, ആ സപ്ലൈയുടെ വാല്യൂ ആയിട്ട് ട്രാൻസാക്ഷൻ വാല്യൂ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ റൂൾ 27 28 29 ഒക്കെ നമ്മൾ നോക്കും. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ നേരെ റൂൾ 30 വരും. റൂൾ 30 പറയുന്നത് നീ ഈ സപ്ലൈ ചെയ്യാൻ വേണ്ടി വന്ന നിൻ്റെ മൊത്തം കോസ്റ്റ് ആദ്യം കമ്പ്യൂട്ട് ചെയ്തെടുക്കുക. അതിന് നീ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്ത് യു നീഡ് ടു ഐഡൻറ്റിഫൈ ദി ടോട്ടൽ കോസ്റ്റ് ആൻഡ് ആ കിട്ടിയ ടോട്ടൽ കോസ്റ്റിൻ്റെ 110% നീ വാല്യൂ സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. 100 തെറ്റ്, 10 തെറ്റ്, 120 തെറ്റ്. Where the goods being sent or taken on approval for sale or removed before supply takes place, the invoice shall be issued. Yes, 31(7). നമ്മൾ ഇൻവോയ്സ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുക? ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ഓർ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് റിമൂവൽ വിച്ച് എവർ ഈസ് ഏർലിയർ. ഇതാണ് നമുക്ക് കറക്റ്റായിട്ട് വരിക. സോ ഏർലിയർ ഓഫ് എ ഓർ ബി. ദെൻ 137. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സപ്ലൈ അണ്ടർ CGST Act. ഇനി പറയുന്നതിൽ ഏതാണ് സപ്ലൈ അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. സപ്ലൈ ഡയറക്റ്റ്ലി ഉള്ള ചലഞ്ചാണ്. സെക്ഷൻ 7 നിന്നുള്ളൊരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. ഗുഡ് സപ്ലൈഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. നമ്മൾ ഫ്രീ ആയിട്ടാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ സപ്ലൈ ആവുള്ളൂ നമുക്കറിയാം. എങ്കിലും ഇവിടെ എക്സ് ആൻഡ് സൺസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അതിൻ്റെ ഏജൻറ്റിനാണ് ഗുഡ്സ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സപ്ലൈ ആണോ? നമുക്കിവിടെ നമ്മൾ നോക്കേണ്ടത് ആ ഏജൻറ്റ് ഈ കിട്ടിയ ഗുഡ്സ് സ്വന്തം പേരിലാണ് വിൽക്കുന്നത്. ഏജൻറ്റിൻ്റെ പേരിലാണ് ആ പ്രോഡക്റ്റ് വിൽക്കുന്നതെങ്കിൽ എക്സ് ആൻഡ് സൺസ് ആ ഏജൻറ്റിന് കൊടുത്ത ആ ഒരു ട്രാൻസ്ഫർ ഉറപ്പായിട്ട് നമ്മൾ എന്തായി കണക്കാക്കേണ്ടി വരും? സപ്ലൈ ആയിട്ട് കണക്കാക്കേണ്ടി വരും. സോ നോട്ട് എ സപ്ലൈ എന്നുള്ളതാണ് ചോദ്യം. ഈ ആദ്യത്തെ പോയിന്റ് എന്താണ്? സപ്ലൈ തന്നെയാണ്. ദെൻ ഇമ്പോർട്ടേഷൻ ഓഫ് അക്കൗണ്ടിങ് സർവീസസ് ഫോർ ബിസിനസ് പർപ്പസ്. നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നമ്മൾ അക്കൗണ്ടിങ് സർവീസ് കിട്ടി. ഫ്രീ ആയിട്ടാണ് നമുക്ക് സർവീസ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫ്രം എ ഡിപ്പെൻഡൻറ്റ് ഫാദർ റിസൈഡിങ് US. നമ്മുടെ റിലേറ്റീവിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ എന്നിരിക്കുന്നത്. സോ അതും എന്ത് തന്നെയാണ്? സപ്ലൈ തന്നെയാണ്. ആൻ എക്സ്പെൻസീവ് വാച്ച് ഗിഫ്റ്റഡ് ടു ആൻ എംപ്ലോയി ഫോർ 50,000. 50,000 രൂപ വരുന്ന ഒരു വാച്ച് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ എംപ്ലോയിക്ക് കൊടുത്തിരിക്കുകയാണ്. നോ അതർ ഗിഫ്റ്റ് പ്രൊവൈഡ് ടു സച്ച് എംപ്ലോയി ഡ്യൂറിങ് ദ എൻറ്റയർ ഫൈൻ. നമ്മൾ ഗിഫ്റ്റ് കൊടുത്താൽ അത് സപ്ലൈ ആകും. പക്ഷെ അത് എംപ്ലോയിക്ക് കൊടുത്താൽ 50,000 രൂപയ്ക്ക് മേളിൽ പോയാലാണ്. അത് കറക്റ്റ് 50,000 രൂപയാണ്. സോ അത് സപ്ലൈ അല്ല. ദെൻ മെഷീനറി ഡിസ്പോസ്ഡ് ഓഫ് ഫ്രീ ഓഫ് കോസ്റ്റ്. നമ്മൾ കയ്യിലുണ്ടായിരുന്ന ഒരു മെഷീനറി കേടായി നമ്മളത് ഡിസ്പോസ് ചെയ്തു. പക്ഷേ അതിൽ ആ മെഷീനറിക്ക് വേണ്ടി നമ്മൾ മുടക്കിയിരുന്ന ഇൻപുട്ട് ടാക്സ് നമ്മൾ ക്രെഡിറ്റായി ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്പോസലിനെ സപ്ലൈ ആയി കണക്കാക്കേണ്ടി വരും. സോ 1, 2, 4 സപ്ലൈ തന്നെയാണ്. മൂന്നാമത്തെ പോയിൻ്റാണ് സപ്ലൈ അല്ലാത്തത്. 138. ദ ടേം കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. എന്താണ് ഈ കാഷ്വൽ ടാക്സബിൾ പേഴ്സണിൻ്റെ അർത്ഥം? ആരെയാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്? അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഇതിനെയൊക്കെ സപ്ലൈ ആയി കണക്കാക്കിയത് ഏത് പോയിന്റ് വെച്ചാണ് നമ്മൾ ഇതിനെ സപ്ലൈ ആയിട്ട് കണക്കാക്കിയത് എന്നുകൂടി നമ്മൾ അറിയണം. ഇത് നമ്മൾ സെക്ഷൻ, നിങ്ങൾക്കാരെ പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ അത് നന്നായിട്ട് അറിയാം. സെക്ഷൻ 7(1)(c) ഷെഡ്യൂൾ 1 അല്ലേ? ഷെഡ്യൂൾ 1 പ്രകാരമാണ് ഈ പറയുന്ന പോയിന്റുകളെല്ലാം തന്നെ എന്തായിട്ടുള്ളത്? ആ 3 ആക്ടിവിറ്റിയും സപ്ലൈ ആയി മാറിയിട്ടുള്ളത്. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കേഷണലി സാന്ദർഭികമായി നമ്മൾ ഒരിടത്ത് പോയി സപ്ലൈ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. പക്ഷേ ആ സ്ഥലത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. ഇപ്പം ഞാൻ മലയാളിയാണ്, എനിക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് സാന്ദർഭികമായി ഒരു സപ്ലൈ ചെയ്യേണ്ടി വരുന്നു. പക്ഷേ അവിടെ തമിഴ്നാട്ടിൽ എനിക്ക് സ്വന്തമായി ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എന്നെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. സോ എ പേഴ്സൺ ഒക്കേഷണലി സപ്ലൈയിങ്, ഒക്കേഷണലി സാന്ദർഭികമായിട്ട് സപ്ലൈയിങ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി വേർ ഹി ഹാസ് നോ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ്. സോ ദാറ്റ് ഈസ് കറക്റ്റ്. ഇതെല്ലാം തെറ്റാണ്. യെസ്. 139. മിസ്റ്റർ എക്സ് ഓഫ് ഡൽഹി ഈസ് പാർട്ടിസിപ്പേറ്റിംഗ്. ഡൽഹി എക്സ് ഡൽഹിയിലുള്ള ആളാണ്. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ ഹിറ്റെക്സ് ഫർണിച്ചർ എക്സ്പോ ഇൻ ഹരിയാന. സോ ഹരിയാനയിലെ ഒരു എക്സ്പോയിൽ പങ്കെടുക്കാൻ പോയി. അവിടെ അവന് എന്തില്ല? ഹി ഹാസ് നോ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ആൻഡ് എക്സിബിറ്റിംഗ് ഹിസ് പ്രോഡക്റ്റ്. പക്ഷേ അയാളുടെ പ്രോഡക്റ്റ് അവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഡ്യൂറിംഗ് ദ എക്സ്പോ സെറ്റ് പ്രോഡക്റ്റ് വിൽ ബി സോൾഡ് ടു ദ പീപ്പിൾ അറ്റൻഡിങ് ദ. പക്ഷേ അവൻ അവിടെ വെച്ച് ആ പ്രോഡക്റ്റുകൾ വിൽക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ GST രജിസ്ട്രേഷൻ എടുക്കണോ? എടുത്തേ പറ്റുള്ളൂ. അവൻ അവിടെ ഒരു ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇല്ല എങ്കിൽ പോലും ഹി നീഡ് ടു ടേക്ക് എ രജിസ്ട്രേഷൻ. അത്തരം രജിസ്ട്രേഷൻ നമ്മൾ പറയുന്ന പേരാണ് CTP രജിസ്ട്രേഷൻ അഥവാ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ രജിസ്ട്രേഷൻ.
നോൺ റെസിഡൻറ്റ് തെറ്റാണ്, റെഗുലർ ടാക്സ് തെറ്റാണ്, നോ GST രജിസ്ട്രേഷൻ അതും തെറ്റാണ്. 140. ആൻഡ് എക്സംപ്റ്റ് സപ്ലൈ. എക്സംപ്റ്റ് സപ്ലൈ എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഒന്ന്, ഗവൺമെൻറ് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന സപ്ലൈകൾ. ഗവൺമെൻറ് ചില സപ്ലൈകളുടെ മേലിൽ നിന്ന് ടാക്സ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 0% വരുന്ന പ്രോഡക്റ്റുകൾ, സർവീസുകൾ, യെസ്. അതുപോലെ തന്നെ നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സുകൾ, ഇവയെല്ലാം തന്നെ എക്സംപ്റ്റ് സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുക. അത് ഒന്നാമത്തെ കാര്യം. നിൽ റേറ്റ് വരുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും അതെന്താണ്? യെസ്. അതുപോലെ തന്നെ നോൺ ടാക്സബിൾ ഉറപ്പായിട്ടും എന്ത് തന്നെയാണ്? ഇപ്പോൾ പെട്രോള്, ഡീസൽ ഇങ്ങനെയുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ്, സർവീസസ് അത് ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ്? ഹോളി എക്സംപ്റ്റ് ചെയ്യുകയാണ് സെക്ഷൻ 11 പ്രകാരം നോട്ടിഫൈ ചെയ്ത്. സോ ഈ പറയുന്ന എല്ലാം തന്നെ എന്ത് തന്നെയാണ്? എക്സംപ്റ്റ് സപ്ലൈകൾ തന്നെയാണ്. യെസ്. 141. Which of the following service is notified by government for ECO, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേഷൻ ടാക്സബിലിറ്റിക്ക് വേണ്ടിയിട്ട് നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള സർവീസുകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം അതിനകത്ത് ടാക്സി സർവീസ്, പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഹോട്ടൽ അക്കോമഡേഷൻ സർവീസ് അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സർവീസുകൾ അതിനകത്ത് വരുന്നുണ്ട്. മാൻ പവർ സപ്ലൈ അതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം അതിനകത്ത് കവർ ചെയ്യുന്നതാണ്. എന്നാൽ നോക്കിയേ, സർവീസസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ബൈ റേഡിയോ ടാക്സി ഉറപ്പായിട്ടും ആയി പറഞ്ഞതുപോലെ ECOയ്ക്കകത്ത് വരുന്നത് തന്നെയാണ്. സർവീസ് ബൈ വേ ഓഫ് പ്രൊവൈഡിങ് അക്കോമഡേഷൻ ഇൻ ഹോട്ടൽ, ഇൻ ഗസ്റ്റ് ഹൗസ് മീൻറ്റ് ഫോർ റെസിഡൻഷ്യൽ ഓർ ലോഡ്ജിങ് പർപ്പസ്. സോ അതും ഇതിനകത്ത് കവർ ചെയ്യുന്നത് തന്നെയാണ്. സർവീസസ് ബൈ വേ ഓഫ് മാൻ പവർ ഞാൻ പറഞ്ഞു, ഹൗസ് കീപ്പിംഗ് സച്ച് എസ് പ്ലംബിംഗ്, കാർപ്പൻറ്ററിങ് എക്സെട്ര. സോ ഇതെല്ലാം തന്നെ ECOയ്ക്ക് വരുന്നതാണ്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ്. 142. A hotel owner provided accommodation in Haryana through an electronic commerce operator, Cool Trips. So Cool Trips എന്ന് പറയുന്ന ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ വഴിയാണ് ഇവർ ഈ ഹോട്ടൽ ഓണർ അക്കോമഡേഷൻ സർവീസ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോട്ടൽ ഓണർ ഈസ് നോട്ട് ലയബിൾ ടു ബി രജിസ്റ്റേർഡ്. അപ്പോൾ ഹോട്ടൽ ഓണർക്ക് സ്വന്തമായിട്ട് GST രജിസ്ട്രേഷൻ ഇല്ല. സോ ഇവിടെ GST ലയബിലിറ്റി വരുന്നത് ആർക്കാണ്? ആ ECOയ്ക്കാണ് നമുക്ക് ലയബിലിറ്റി വരിക. ഹോട്ടൽ ഓണർക്കാണോ? അല്ല. കസ്റ്റമർക്കാണോ? അല്ല. ഹോട്ടൽ ഓണർക്ക് ആൻഡും ECO ആണോ? അത് തെറ്റാണ്. Then 143. State the taxability of satellite launch services provided to both international and domestic customers by Andrix Corporation Limited, which is a wholly owned government India under administrative control of department space. അത് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു സർവീസാണ്. ടാക്സബിൾ തെറ്റാണ്. നോട്ട് ടാക്സബിൾ, എക്സംപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈ ആണ്. നമ്മുടെ ഒരു ഉണ്ട് എക്സംഷൻ്റെ, നമ്മുടെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. എക്സംഷൻ്റെ ക്ലാസ് പൂർണ്ണമായിട്ട് 6 വീഡിയോ നമ്മൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾ കണ്ടു നോക്കുക. അതിനകത്ത് ഈ പറയുന്ന കാര്യം എക്സംഷൻ്റെ ഫുൾ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. ദെൻ അടുത്തൊരു ചോദ്യം, സീറോ റേറ്റഡ് സപ്ലൈ എന്ന് വെച്ചാൽ എന്താണ്? പൊതുവേ എക്സ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുക. അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലൈകളെയാണ് നമ്മൾ സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. സോ സീറോ റേറ്റഡ് സപ്ലൈ ഇൻക്ലൂഡ്സ് എക്സ്പോർട്ട്. ഉറപ്പായിട്ടും അതൊരു സീറോ റേറ്റഡ് സപ്ലൈ ആണ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു എ സെസ് ഡെവലപ്പർ ഓർ സെസ് യൂണിറ്റ്, ഉറപ്പായിട്ടും അതൊരു സീറോ റേറ്റഡ് സപ്ലൈ ആണ്. സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ എ സെസ് ഡെവലപ്പർ ഓർ സെസ് യൂണിറ്റ് അതൊരിക്കലും ഒരു സപ്ലൈ അല്ല. സോ ബോത്ത് A1 and 2 അതാണ് കറക്റ്റ് ആൻസർ. 145. A registered taxable person is eligible to claim a refund in respect of export of goods and service in the following cases. So നമ്മൾ ഈ എക്സ്പോർട്ട് ചെയ്താൽ നമുക്ക് റീഫണ്ട് കിട്ടുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് എക്സ്പോർട്ട് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് എക്സ്പോർട്ട് അണ്ടർ ബോണ്ട് എന്ന് പറയും. അതായത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാതെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്. പക്ഷേ അതിന് നിങ്ങൾ യു നീഡ് ടു ഫയൽ ആൻ LUT, ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്, ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയും. യു നീഡ് ടു ഒരു LUT എന്ന് പറയുന്നൊരു ബോണ്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. വൺസ് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്പോർട്ട് ചെയ്യാം. യു ഡോണ്ട് നീഡ് ടു പേ GST. എന്ന് മാത്രമല്ല, ഈ എക്സ്പോർട്ട് ചെയ്ത ഗുഡ്സ് ആവട്ടെ, എക്സ്പോർട്ട് ചെയ്ത സർവീസ് ആവട്ടെ, ഇതിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഇൻപുട്ട് ടാക്സ് മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ക്ലെയിം ചെയ്യാനും അനുവാദമുണ്ട്, അവകാശമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ?
ഇനി അതേപോലെ തന്നെ ഇനി നിങ്ങൾ LUT സബ്മിറ്റ് ചെയ്തില്ല, അപ്പോൾ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈവൻ ദ 0 റേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് യു നീഡ് ടു പേ IGST. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ പേ ചെയ്ത IGST നിങ്ങൾക്ക് റീഫണ്ടായിട്ട് വാങ്ങാനായിട്ട് സാധിക്കും. സോ എങ്ങനെ തന്നെയാണേലും നിങ്ങൾക്ക് മുടക്കിയ IGST, നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായ GST തുക നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടും. So a registered person eligible to claim refund in respect to export of goods and service in the following case under bond without payment of IGST and claim refund of unutilized input tax credit. ശരിയാണ്. Then on payment of IGST and claim refund of IGST paid on such goods and service, അതും ശരിയാണ്. So none of the above തെറ്റാണ്. Both A and B അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. So this is the correct answer. So next we are moving into 146. If place of supply in a territorial water, then what will be considered as place of supply? ഇപ്പോൾ place of supply territorial waterലാണ്, കടലിൽ വെച്ചാണ് place of supply വന്നത്. അങ്ങനെയാണെങ്കിൽ ആ എക്സാക്റ്റ് പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണ്? അപ്പോൾ അത് ഏത് സ്റ്റേറ്റാണ്? അതായത് കടലെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഏതെങ്കിലും എക്സാക്റ്റ് നടന്നിരിക്കുന്ന കടലിൽ നടന്ന പ്രദേശം ഏത് സ്റ്റേറ്റിനോട് അടുത്താണ്? അതായത് ഇപ്പോൾ കേരള തീരത്തിനടുത്തുള്ള കടലിൽ വെച്ചാണ്, ടെറിട്ടോറിയൽ വാട്ടറിൽ വെച്ചാണ് സപ്ലൈ നടന്നതെങ്കിൽ ആ പ്ലേസ് ഓഫ് സപ്ലൈ കേരള. ഇനി തമിഴ്നാട് തീരത്തോടടുത്താണെങ്കിൽ തമിഴ്നാടാണ് പ്ലേസ് ഓഫ് സപ്ലൈ. സോ ആക്ച്വൽ ലൊക്കേഷൻ ഓഫ് ടെറിട്ടോറിയൽ വാട്ടർ തെറ്റാണ്. പ്രിൻസിപ്പൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സപ്ലയർ തെറ്റാണ്. എനി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സപ്ലയർ ഓഫ് ഹിസ് ചോയ്സ് തെറ്റാണ്. കോസ്റ്റൽ സ്റ്റേറ്റ്, ആ തീരം ഓർ യൂണിയൻ ടെറിട്ടറി വേർ ദ നിയറസ്റ്റ് പോയിന്റ് അപ്രോപ്രിയേറ്റ് ബേസ് ലൈൻ, ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. What is the time of supply of service if the invoice is issued within 30 days of date of provision? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അപ്പോൾ നിങ്ങൾ ടൈം ഓഫ് സപ്ലൈ, വാട്ട് ഈസ് ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇൻവോയ്സ് ഇഷ്യൂഡ് വിത്തിൻ, സാധാരണഗതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്താൽ 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണമെന്നാണ്. അങ്ങനെ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദി ടൈം ഓഫ് സപ്ലൈ എന്നുള്ളതാണ്. ഒന്നുകിൽ ആ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ദിവസം അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടിയ ദിവസം, വിച്ച് എവർ ഈസ് ഏർലിയർ. സോ ഏർലിയർ ഈസ് 1 and 2. സർവീസ് പ്രൊവൈഡ് ചെയ്ത ദിവസം നിങ്ങൾ നോക്കേണ്ട ആവശ്യം ഇല്ല, കാരണം ഇൻവോയ്സ് 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. ദെൻ വാട്ട് ഈസ് ദി ടൈം ഓഫ് സപ്ലൈ സർവീസ് ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജ് മെക്കാനിസം? സർവീസാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഒന്നുകിൽ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്ത ദിവസം അല്ലെങ്കിൽ സപ്ലയറുടെ ബില്ല് കിട്ടി 61ാമത്തെ ദിവസം. ഓക്കെ, സോ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് അതുപോലെ തന്നെ ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദി 60 ഡേയ്സ്. സോ ഇത് രണ്ടും കറക്റ്റാണ്. ഡേറ്റ് ഓഫ് ഇൻവോയ്സ് തെറ്റാണ്. ഏർലിയർ ഓഫ് 1 and 2 ആണ് കറക്റ്റ് ആൻസർ. 149. വാല്യൂ ഓഫ് സർവീസ് റെൻഡേഡ് 1,00,000. സോ സർവീസ് പ്രൊവൈഡ് ചെയ്ത് 1,00,000. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഈസ് 5th October 2023. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ദിവസം 5th October ആണ്. അഡ്വാൻസ് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു 25,000 on 20th September കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാലൻസ് എമൗണ്ട് ബാക്കി 75,000 രൂപ 7th October 2023 ടൈം ഓഫ് സപ്ലൈ. അതായത് നമുക്കിപ്പോൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് 2 ഘട്ടമായിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, സർവീസിൻ്റെ കാര്യത്തിൽ നമ്മൾ പേയ്മെൻറ്റ് കിട്ടിയ ദിവസം നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് പേയ്മെൻറ്റ് കിട്ടിയത് 2 ദിവസങ്ങളോ 2 or 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ടൈം ഓഫ് സപ്ലൈയും അതിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് വേണം നമ്മൾ കണ്ടെത്താൻ. സോ ഇതിൽ ഒന്നാമത്തെ ഘട്ടത്തെ പേയ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് 25,000 കിട്ടിയിരിക്കുന്നത് 20th September ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒന്നുകിൽ ഇൻവോയ്സ് ഇഷ്യൂ, ആ 25,000ൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഒന്നുകിൽ ആ പേയ്മെൻറ്റ് കിട്ടിയ ദിവസം അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ദിവസം. സോ എന്ന് പറയുമ്പോൾ 25,000 സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 25,000ൻ്റെത് ഒന്നുകിൽ 20th September അല്ലെങ്കിൽ എപ്പോഴാണ് വരിക 5th October, വിച്ച് എവർ ഈസ് ഏർലിയർ. ഇനി 75,000 സംബന്ധിച്ചിടത്തോളം നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയത് എപ്പോഴാണോ 7th October ഓർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 5th October, വിച്ച് എവർ ഈസ് ഏർലിയർ. സോ അങ്ങനെ വരുമ്പോൾ ആൻസർ ഏതാണ് വരിക? ഒന്ന് 20th September, മറ്റൊന്ന് 5th October. സോ ഈ ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റനിലുണ്ടോ എന്ന് നോക്കാം. 5th October തെറ്റാണ്, 20th October തെറ്റാണ്, 20 September for 25,000 ബാക്കി 75,000. സോ ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ.
7th October 4 അത് തെറ്റാണ്. Question number 150. Whether credit on input should be availed based on receipt of document or receipt of goods. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് കിട്ടിയിരിക്കണം. ഉറപ്പായിട്ട് നിങ്ങളുടെ കൈവശം ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. അതായത് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് ബൈ സപ്ലയർ, ഇമ്പോർട്ട് ആണെങ്കിൽ ബിൽ ഓഫ് എൻട്രി, അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇഷ്യൂ ചെയ്ത ഇൻവോയ്സ്, ഉറപ്പായിട്ടും ഡോക്യുമെൻ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഗുഡ്സ് കിട്ടിയിരിക്കണം. ഗുഡ്സ് ആയാലും സർവീസ് ആയാലും കിട്ടിയേ പറ്റുള്ളൂ. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 16(2) ഇതിൻ്റെ കണ്ടീഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ഇതെല്ലാം തന്നെ എന്ത് ചെയ്തേ പറ്റുള്ളൂ, കിട്ടിയ റെസീറ്റ് ഓഫ് ഗുഡ്സ് കിട്ടിയേ പറ്റുള്ളൂ, റെസീറ്റ് ഓഫ് ഡോക്യുമെൻറ്റ് കിട്ടിയേ പറ്റും. സോ കറക്റ്റ് ആൻസർ ബോത്ത്. ഇനിയും കണ്ടീഷൻസ് ഉണ്ട് 16(3). എയ്തർ റെസീറ്റ് ഓഫ് ഗുഡ്സ് ഓർ റെസീറ്റ് ഓഫ് ഡോക്യുമെൻ്റ് ഓർ റെസീറ്റ് ഓഫ് ഡോക്യുമെൻ്റ്, അത് തെറ്റാണ്. അത് നമുക്ക് കറക്റ്റ് ഉത്തരമായിട്ട് പറയാനായിട്ട് കഴിയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 151. സപ്ലൈ ഓഫ് ഗുഡ്സ് ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഈസ് ട്രീറ്റഡ് ആസ്. നമ്മൾ ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കുള്ള സപ്ലൈകളെ നമ്മൾ സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ടാണ് നമ്മളതിനെ കണക്കാക്കുക. എക്സംപ്റ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. ഡീംഡ് ടാക്സബിൾ സപ്ലൈ അല്ല, സീറോ റേറ്റഡ് സപ്ലൈ ആണ്. സോ അതാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം. ദെൻ സപ്ലൈ ഓഫ് OIDAR സർവീസസ്. OIDAR സർവീസ് എന്ന് വെച്ചാൽ ഓൺലൈൻ ഇൻഫർമേഷൻ ഡേറ്റാബേസ് ആക്സസ് റിട്രീവൽ സർവീസസ് by a person located in taxable territory. Okay. To a non-taxable online recipient who is liable to pay GST in this case. So അത് ഈ OIDAR സർവീസുകൾ നമ്മൾ ഇന്ത്യക്ക് പുറത്തിരുന്നു കൊണ്ട് ഇന്ത്യയിലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തികൾക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ RCM വരാറുണ്ട്. പക്ഷേ ഇവിടെ OIDAR സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? ബൈ എ പേഴ്സൺ ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനർത്ഥം ഇന്ത്യയിലുള്ള വ്യക്തികളാണ് ആ സർവീസ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ടു എ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത വ്യക്തികൾക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ GST ലൈബിലിറ്റി വരുന്നത് ആർക്കായിരിക്കും? സപ്ലയർക്ക് തന്നെ ആയിരിക്കും. സോ ദ ആൻസർ ഈസ് സപ്ലയർ. അവിടെ RCM ബാധകമല്ല. സോ സപ്ലയർ ഈസ് ലൈബിൾ ടു പേ. ദെൻ 153. ഇഫ് ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ഇൻ നമ്മൾ ടെറിട്ടോറിയൽ വാട്ടർ, നമ്മൾ തൊട്ട് മുന്നേ അങ്ങനെ പറഞ്ഞുതരാം. ദെൻ വാട്ട് വിൽ ബി ദി കൺസിഡർഡ് ആസ് എ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ആ കോസ്റ്റൽ സ്റ്റേറ്റ് അത് തന്നെ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 154. ദ ലിമിറ്റ് ഓഫ് exclusive economic zone. The limit of exclusive economic zone of India is, പഠിച്ചിട്ടുള്ളതാണ്, 200 നോട്ടിക്കൽ മൈൽസ് വരെയാണ്. ഇന്ത്യയുടെ കരഭൂമിയിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ ദൂരം വരെ ഉള്ളതാണ് നമ്മൾ എന്തെന്ന് പറയുക? യെസ്, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. Next 155. Which of the following is a taxable event for import? Which of the following is a taxable event for imported goods? അത് നമ്മളിനി നേരെ കസ്റ്റംസിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ 155 ഇനി ഒരു 25-26 ക്വസ്റ്റ്യൻ നമുക്ക് കസ്റ്റംസിൽ നിന്നായിരിക്കും നമുക്ക് ഉണ്ടാവുക. സോ നമ്മൾ പൊതുവേ പറയാറുണ്ട് ഗുഡ്സ് കസ്റ്റംസ് ബാരിയർ ക്രോസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ടാക്സബിൾ ഈവൻ്റ് ഉണ്ടാവുക. അതായത് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ട ബാധ്യത നമുക്ക് അപ്പോഴായിരിക്കും ഉണ്ടാവുന്നത്. സോ ഡേറ്റ് ഓൺ വിച്ച് ദ ഗുഡ്സ് ക്രോസസ് ദി കസ്റ്റംസ് ബാരിയർ. ദെൻ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് ഈസ് ലെവീഡ് അറ്റ് ദി റേറ്റ് സ്പെസിഫൈഡ് ഇൻ. നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എത്ര കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം എന്നുള്ളത് എവിടെ മെൻഷൻ ചെയ്തിരിക്കും? കസ്റ്റംസ് താരിഫ് നിയമത്തിനകത്തുള്ള ഫസ്റ്റ് ഷെഡ്യൂളിലായിരിക്കും അതിൻ്റെ റേറ്റ് പറയും. സെക്കൻഡ് ഷെഡ്യൂളിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കേസിലാണ് പറയുക. കസ്റ്റംസ് ആക്റ്റിലല്ല, കസ്റ്റംസ് മാനുവലിലും ആയിരിക്കില്ല. ദെൻ ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് IGST ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് വൺ ഓഫ് ദി ഫോളോയിങ് ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ വാല്യൂ ഫോർ. നമ്മൾ ഇറക്കുമതി ചെയ്ത പ്രോഡക്റ്റിൻ്റെ മേളിൽ കസ്റ്റംസ് ഡ്യൂട്ടിക്ക് പുറമേ നമ്മൾ IGST കൂടി പേ ചെയ്യേണ്ടി വരാറുണ്ട്. ആ IGST നമ്മൾ ഏത് തുകയുടെ മേളിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഏത് തുകയുടെ മേളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ആ ഇറക്കുമതി ചെയ്ത പ്രോഡക്റ്റിൻ്റെ മേളിൽ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി ആഡ് ചെയ്യുന്നു, അതിൻ്റെ മേളിൽ GST കോമ്പൻസേഷൻ സെസ് ആഡ് ചെയ്യുന്നു, സോഷ്യൽ വെൽഫെയർ സർചാർജ് ആഡ് ചെയ്യുന്നു.
ഇത്രയും ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിൻ്റെ മേളിലാണ് ഇനി മറ്റേതെങ്കിലും ഡ്യൂട്ടി ലൈക്ക് ഡംപിങ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി പോലുള്ള അല്ലെങ്കിൽ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്തിട്ട് ആ ടോട്ടൽ എമൗണ്ടിൻ്റെ മേളിലാണ് നമ്മൾ ഏത് കാൽക്കുലേറ്റ് ചെയ്യുക, IGST കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇവിടുത്തെ ചോദ്യം ഇതാണ്, വൺ ഓഫ് ദി ഫോളോയിങ് ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ്. ഏതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തത്? അതിൻ്റെ ഉത്തരം GST കോമ്പൻസേഷൻ സെസ് ആണ്. സോ ഇറക്കുമതി ചെയ്ത പ്രോഡക്റ്റിന് മേളിൽ GST കോമ്പൻസേഷൻ സെസ് ഉണ്ടെങ്കിൽ ആ GST കോമ്പൻസേഷൻ സെസ് ഒഴികെ വേറെ ഏതെങ്കിലും ടാക്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്തിട്ടാണ് GST. അപ്പോൾ സോഷ്യൽ വെൽഫെയർ സെസ് ആഡ് ചെയ്യോ? ഉറപ്പായിട്ട് ആഡ് ചെയ്യോ? ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ആഡ് ചെയ്യോ? യെസ്. ദെൻ 158, വേർ ദി ഇൻഷുറൻസ് എമൗണ്ട് ഈസ് നോട്ട് അവൈലബിൾ ഫോർ അസർട്ടൈനിങ് ദ അസസബിൾ വാല്യൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ. 1.125%. 1% തെറ്റ്, 1.5% none of the above തെറ്റ്. Where transport charge is not available for ascertaining the assessable value, 20%. നമുക്ക് അറിയാവുന്ന ഉത്തരങ്ങളാണ് ഇതെല്ലാം. Then 160, transportation charges incurred by import for transporting goods from the factory of exporter to the port of exportation shall be included in the assessable value. യെസ്, ഉറപ്പായിട്ടും ഇൻക്ലൂഡ്. ഇമ്പോർട്ട് എന്ന് വെച്ചാൽ അവിടുത്തെ എക്സ്പോർട്ടർ ഉദ്ദേശിക്കുന്നത്. എക്സ്പോർട്ടർ അയാളുടെ ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ അയാളുടെ പോർട്ട് വരെ എത്തിക്കുന്ന വരെയുള്ള ചാർജ് അസസബിൾ വാല്യൂവിനകത്ത് ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അത് എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ. 161, പേഴ്സൺ ഇൻ ചാർജ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് കൊണ്ടുവരുന്ന കൺവേയൻസിൻ്റെ ചുമതലക്കാരൻ. അത് ഈ പറഞ്ഞതുപോലെ വെസലിൻ്റെ മാസ്റ്റർ ആകാം, ട്രെയിനിൻ്റെ കണ്ടക്ടർ, ഗാർഡാകാം, ഡ്രൈവർ ആകാം. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ്. ദെൻ ഗുഡ്സ് വിച്ച് ആർ സെയിം ഇൻ ഓൾ ആസ്പെക്ട് ഇൻക്ലൂഡിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ്, നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡൻറ്റിക്കൽ ഗുഡ്സ്. സിമിലർ ഗുഡ്സ്, ലൈക്ക് ഗുഡ്സ് എന്നല്ല പറയാം, ഐഡൻറ്റിക്കൽ ഗുഡ്സ്. കസ്റ്റംസ് പഠിക്കുന്ന ആൾക്കാർ ഈ വാക്കെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ബൈയിങ് കമ്മീഷൻ ഷാൽ ബി ഇൻക്ലൂഡഡ് ഇൻ അസസബിൾ വാല്യൂ. നന്നായിട്ട് അറിയാമായിരിക്കും, നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുള്ള ബൈയിങ് കമ്മീഷൻ ഒരിക്കലും അസസബിൾ വാല്യൂവിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമോ? ഈസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്? നോ. യെസ്. മറ്റൊന്ന്, എനി ആർട്ടിക്കിൾ വിച്ച് ഈസ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ, ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ആർട്ടിക്കിൾ in addition be liable to integrated tax such rate not exceeding. ഇൻ്റഗ്രേറ്റഡ് ടാക്സ് പരമാവധി വരാവുന്ന റേറ്റ് എത്രയാണ്? നമുക്കറിയാം GSTയുടെ മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് 40%. അതിന് മേളിൽ നമുക്ക് ടാക്സ് ലെവി ചെയ്യാനുള്ള അനുവാദം ഇല്ല. ദെൻ 165, എനി ആർട്ടിക്കിൾ വിച്ച് ഈസ് ഇമ്പോർട്ടഡ് ഇൻ ഇന്ത്യ ഈസ് ഓൾസോ ലയബിൾ ടു എ ഡ്യൂട്ടി ഈക്വൽ ടു എക്സൈസ് ഡ്യൂട്ടി ഫോർ ദ ടൈം ബീയിങ് ലെവിയബിൾ ഓൺ എ ലൈക്ക് ആർട്ടിക്കിൾ ഇഫ് പ്രൊഡ്യൂസ്ഡ് ഓർ മാനുഫാക്ചർ ഇന്ത്യ. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമുക്ക് റെലവൻസ് ഇല്ല. GST വന്നതിന് ശേഷം ഈ ഒരു സംഭവം നമുക്കില്ല. എൻ്റെ ആൻസർ ശരിക്കും അഡീഷണൽ ഡ്യൂട്ടി എന്നാണ്. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തൽക്കാലം നമുക്ക് വേണ്ട. മാക്സിമം റേറ്റ് അഡീഷണൽ ഡ്യൂട്ടി ഇത് നമുക്ക് ആവശ്യമില്ല. ഈ രണ്ട് ചോദ്യം നമുക്ക് ഒഴിവാക്കണം. 165, 166. കാരണം GST വന്നതിന് ശേഷം ഇവിടെ എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടിയോടൊപ്പം എക്സൈസ് ഡ്യൂട്ടി ചുമത്തുന്ന പരിപാടി നിർത്തി. കസ്റ്റംസ് ഡ്യൂട്ടിയോടൊപ്പം നമ്മളിപ്പോൾ ചുമത്തുന്നത് എന്താണ്? GST ആണ്, IGST ആണ്. അത് നമുക്കറിയാം. പരമാവധി 40% വരെ ചുമത്തുമെന്ന് നമുക്ക് അറിയാം. 167, ഇഫ് which of the following conditions are satisfied, central government may provide for enhancement of import duty. Okay, the goods should be specified in the first schedule. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇമ്പോർട്ട് ഡ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഗുഡ്സ് ഫസ്റ്റ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കും സെൻട്രൽ ഗവൺമെൻറ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് സർക്കംസ്റ്റാൻസസ് എക്സിസ്റ്റ് വിച്ച് റെൻഡർ നെസസറി ഫോർ സെൻട്രൽ ഗവൺമെൻറ് തോന്നുകയാണ് അവിടെ എൻഹാൻസ് ചെയ്യിപ്പിക്കണമെന്നൊരു തോന്നലുണ്ടാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ബോത്ത് 1 and 2 ആണ് നമുക്കിവിടെ കറക്റ്റായിട്ടുള്ള ഉത്തരം. ഏതെങ്കിലും ഒന്നും ഉണ്ടായാൽ പോരാ. 168, സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഇമ്പോസ് സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇഫ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ്. ഓക്കെ, എപ്പോഴാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്തുക? ഒന്ന്, ഒരു പ്രോഡക്റ്റിൻ്റെ ഇറക്കുമതി ക്രമാതീതമായി വർദ്ധിക്കുന്നതായിട്ട് സെൻട്രൽ ഗവൺമെൻറ് തോന്നുന്നു. മാത്രവുമല്ല ആ വർധനവിൻ്റെ അനന്തരഫലമായി നമ്മുടെ രാജ്യത്തുള്ള വിവിധ ഇൻഡസ്ട്രികളെ ആ ഇറക്കുമതി കാര്യമായിട്ട് ബാധിക്കുന്നു എന്നുകൂടി ബോധ്യപ്പെടുമ്പോഴാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്തുന്നത്. സോ എനി ആർട്ടിക്കിൾ ഈസ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ഇൻക്രീസ്ഡ് ക്വാണ്ടിറ്റി കറക്റ്റാണ്. സച്ച് ഇൻക്രീസ്ഡ് ഇമ്പോർട്ടേഷൻ കോസിംഗ് ത്രെട്ടനിങ് സീരിയസ് ഇഞ്ചുറി ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. ഏതെങ്കിലും ഒന്ന് വന്നാൽ പോരാ, രണ്ടും ഇവിടെ വന്നേ പറ്റും. ബോത്ത് 1 and 2. ദെൻ ടോട്ടൽ പീരീഡ് ഓഫ് ലെവി ഓഫ് സേഫ് ഗാർഡ് ഡ്യൂട്ടി എത്ര വർഷത്തേക്കാണ് ചുമത്തുക? പരമാവധി 10 വർഷത്തേക്കാണ് ചുമത്തുക. 5 തെറ്റ്, 6 തെറ്റ്, 7 തെറ്റ്. An appeal filed under section 9B shall be accompanied. ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ നിലവിൽ റെലവൻ്റ് ഫൈനൽ ലെവലിൽ ചോദ്യമാണ്. 171, ആസ് പെർ സെക്ഷൻ 14 ഓഫ് കസ്റ്റംസ് ആക്ട് ട്രാൻസാക്ഷൻ വാല്യൂ ഷാൽ ഓൾസോ ഇൻക്ലൂഡ് ഇൻ അഡീഷൻ ടു ദി പ്രൈസ്
Any amount paid or payable for cost and service including. ഓക്കെ, ഈ പറയുന്നതെല്ലാം നമ്മൾ കസ്റ്റംസ് FOBക്കകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. കമ്മീഷൻ എടുക്കും, പക്ഷേ കമ്മീഷൻ എടുക്കാം, ബൈയും കമ്മീഷൻ എടുക്കാൻ പാടില്ല. എഞ്ചിനീയറിംഗ് ചാർജസ്, റോയൽറ്റി, ലൈസൻസ് ഫീ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, ഉൾപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. 172. As per section 14 of Customs Act, transaction value shall also be include addition to the price any amount paid or payable for cost and service including cost of transportation to the place of importation, ഉറപ്പായിട്ട് include ചെയ്യണം. ഇൻഷുറൻസ്, ഡിസൈൻ വർക്ക്, സോ ഇതും all of the above. Then for imported goods, conversion of value shall be done with the reference rate of exchange prevailing on the date of filing of bill of entry. Bill of entry. 173. Bill of entry. Shipping bill that bill of export, either 2 or 3 that. For the purpose of customs valuation, a rate of exchange means a rate of exchange notified by CBIC. That is the correct answer. CBIC, Foreign Exchange Dealer Association alla, RBI alla. Yes. Then subsection 2 of 14 provides that board may fix any class of imported goods or having regard to the trend of value such goods notification in the goods by notification official gazette if it is satisfied that it is necessary to do. It is tariff value. The answer is tariff value. 14.2 എന്ന് കേട്ടാലേ താരിഫ് വാല്യൂ എന്ന് പഠിച്ചോണം. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് താരിഫ് വാല്യൂ. എന്താണ് സിമിലർ ഗുഡ്സ്? എന്നാൽ നിങ്ങൾ ഇറക്കുമതി ചെയ്ത ഗുഡ്സിന് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഗുഡ്സ്, ഇപ്പോൾ നമ്മൾ ഇറക്കുമതി ചെയ്ത ഗുഡ്സിന് നമുക്കൊരു അസസബിൾ വാല്യൂയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. കാരണം ഇറക്കുമതി ചെയ്ത പ്രോഡക്റ്റിൻ്റെ വാല്യൂ നമുക്ക് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ആ ഇറക്കുമതി ചെയ്ത വാല്യൂ നമുക്ക് വിശ്വസ്തയോടുകൂടി കസ്റ്റംസ് വാല്യുവേഷൻ പർപ്പസിന് പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറക്കുമതി ചെയ്തതിന് തുല്യമായിട്ടുള്ള ഐഡൻറ്റിക്കൽ ഗുഡ്സ് ഈ അടുത്ത ഇടയ്ക്ക് ഇറക്കുമതി ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ, ഐഡൻറ്റിക്കൽ ഗുഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ സിമിലർ ഗുഡ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് സിമിലർ ഗുഡ്സ്? സിമിലർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ഓൾദോ നോട്ട് alike in all aspect having like characteristics and like component material which enable them to perform the same function. Yes. Then produced in the country in which the goods being valued were produced by the same person who produced the goods being. അപ്പോൾ ഇതെല്ലാം ഒത്തു വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സിമിലർ ഗുഡ്സ് എന്ന് പറയുക. സോ ഓൾ ഓഫ് ദി എബവ്. Then ലോഡിങ്, അൺലോഡിങ്, ഹാൻഡ്ലിംഗ് ചാർജസ് അസോസിയേറ്റഡ് വിത്ത് ഡെലിവറി ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് അറ്റ് ദ ടൈം ഓഫ്. അതൊരു നല്ലൊരു ചോദ്യമാണ്. നമ്മൾ ഈ ഗുഡ്സ് ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, യെസ്, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്ലേസ് ഓഫ് ഇമ്പോർട്ടേഷൻ, ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ലോഡിങ്, അൺലോഡിങ്, ഹാൻഡ്ലിംഗ് ചാർജസ് വാല്യൂവിനകത്തേക്ക് ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ചാൽ ഉൾപ്പെടുത്തില്ല. സോ ഷാൽ ബി 0, അതാണ് ഉത്തരം. 1% കസ്റ്റംസ് FOB അതൊക്കെ തെറ്റാണ്. മുമ്പ് നമ്മൾ അതങ്ങനെ എടുക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ കസ്റ്റംസ് വാല്യുവേഷനകത്ത് അത് പരിഗണിക്കേണ്ട കാര്യം ഇല്ല. യെസ്. Where goods are sent back as such to the foreign country owing to which the following reason it is considered as re-exportation. Yes. അപ്പോൾ ഇവിടെ പറയാണ് നമുക്ക് വേർ ഗുഡ്സ് ആർ സെൻഡ് ബാക്ക് ആസ് സച്ച്, ഗുഡ്സ് നമ്മൾ അതേപടി തന്നെ എന്ത് ചെയ്യുന്നു, തിരിച്ചയക്കുന്നു ടു ദി ഫോറിൻ കൺട്രി ഓയിങ് ടു വിച്ച് ദ ഫോളോയിങ് റീസൺ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് റീ എക്സ്പോർട്ടേഷൻ എന്ന് പറയുന്നു. നോക്കൂ, ഗുഡ്സ് നോട്ട് കൺഫോമിങ് ടു ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ ഓർഡർ, goods not permitted to be imported into the country on account of trade restriction, goods after being imported are temporarily retained in the country and later taken out of the country. In other words, the very objective importation was limited to the retention of India. Wait a minute. Okay. Where the goods are sent back as such to the foreign country owing to which the following reason it is considered as re-exportation. Okay. Which of the following reasons it is considered as re-exportation? ഒന്ന്,
ഗുഡ്സ് നോട്ട് കൺഫേമിങ് ടു ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ ഓർഡർ. ഒന്ന്, നമ്മൾ ഇറക്കുമതി ചെയ്ത, നമ്മൾ ആവശ്യപ്പെട്ട സാധനമല്ല ഇറക്കുമതി ചെയ്തത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സെൻഡ് ബാക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് റീ എക്സ്പോർട്ടേഷനായിട്ട് കണക്കാക്കുമോ? മറ്റൊന്ന്, ഗുഡ്സ് നോട്ട് പെർമിറ്റഡ് ടു ബി ഇമ്പോർട്ടഡ് ഇൻ ദ കൺട്രി ഓൺ അക്കൗണ്ട് ഓഫ് ട്രേഡ് റെസ്ട്രിക്ഷൻ. ട്രേഡ് റെസ്ട്രിക്ഷൻ കാരണം നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള അനുവാദം ഇല്ലായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു, തിരികെ കയറ്റി അയച്ചു. Goods after being imported are temporarily retained in the country and later taken out of the country. In other words, the very objective of importation was limited to temporary retention in. കുറച്ച് നാൾ ഇവിടെ വച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, തിരികെ കയറ്റി അയച്ചു. സോ ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിൽ ഏതിനെയാണ് നമ്മൾ റീ എക്സ്പോർട്ടേഷനായിട്ട് കണക്കാക്കുക? ഇതിനെല്ലാം തന്നെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, റീ എക്സ്പോർട്ടേഷനായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് സെക്ഷൻ 1.179 ആണ്. ക്വസ്റ്റ്യൻ 179 ആണ്. സെക്ഷൻ 74(1). ഇൻഫാക്ട് 74(1) നമ്മുടെ സിലബസിൽ നമുക്കില്ല. ഇത് ഡ്യൂട്ടി ഡ്രോബാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ജസ്റ്റ് ഒന്ന് പറയാം. സെക്ഷൻ 74(1) വെൻ ഗുഡ്സ് കേപ്പബിൾ ഓഫ് ബീങ് ഈസിലി ഐഡൻറ്റിഫൈഡ് വിച്ച് ഹാവ് ബീൻ ഇമ്പോർട്ടഡ് ഇൻ ഇന്ത്യ ആൻഡ് അപ്പോൺ വിച്ച് ദ എനി ഡ്യൂട്ടി ഹാസ് ബീൻ പെയ്ഡ് അപ്പോൺ എക്സ്പോർട്ടേഷൻ 98% ഓഫ് ഡ്യൂട്ടി ബി പെയ്ഡ് ബാക്ക്. അതായത് നമ്മളൊരു ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനം ഇറക്കുമതി ചെയ്തു, ആ ഇറക്കുമതി ചെയ്ത് നമ്മൾ ഡ്യൂട്ടി അടച്ചു. അതിനുശേഷം നമ്മളത് എന്ത് ചെയ്തു, സെക്ഷൻ 74 പറയുന്നത് നിങ്ങൾ ആ സാധനം തിരികെ കയറ്റി അയച്ചാൽ, അതേപടി നിങ്ങൾ തിരികെ കയറ്റി അയച്ചാൽ നിങ്ങൾ അടച്ച ഡ്യൂട്ടിയുടെ 98% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീഫണ്ടായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദി പോയിന്റ്. മറ്റൊന്ന്, ഇതും 180 ഡ്യൂട്ടി ഡ്രോബാക്കിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. ആസ് പെർ നോട്ടിഫിക്കേഷൻ നോ ഡ്രോബാക്ക് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി വിൽ ബി അലൗഡ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗുഡ്സ് ഇഫ് ദേ ഹാവ് ബീൻ യൂസ്ഡ് ആഫ്റ്റർ ദെയർ ഇമ്പോർട്ടേഷൻ ഇൻ ഇന്ത്യ. അതായത് ഈ ഡ്യൂട്ടി ഡ്രോബാക്കിൻ്റെ കൺസെപ്റ്റ് ഇത് ശരിക്കും നിങ്ങൾ CMA ഫൈനൽ ലെവലിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുമതി ചെയ്തതിന് ശേഷം അത് നമ്മൾ എന്ത് ചെയ്തു, തിരികെ കയറ്റി അയച്ചാൽ, ചിലപ്പോൾ ഉപയോഗിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ ഉപയോഗിക്കാതെ, ചിലപ്പോൾ നിങ്ങൾ കയറ്റി അയച്ചിട്ടുണ്ടെങ്കിൽ ഇറക്കുമതിയുടെ സമയത്ത് നിങ്ങൾ പേ ചെയ്തിട്ടുള്ള കസ്റ്റംസ് ഡ്യൂട്ടി നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് ഡ്യൂട്ടി ഡ്രോ ബാക്ക് എന്ന് പറയും. പക്ഷെ ഇവിടെ പറയാണ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ചില പ്രോഡക്റ്റുകൾ നിങ്ങൾ ഇറക്കുമതി ചെയ്തിട്ട് ഉപയോഗിച്ച് ഒരു തവണയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കയറ്റി അയച്ചാലും നിങ്ങൾക്ക് ഡ്യൂട്ടി ഡ്രോ ബാക്ക് കിട്ടത്തില്ല. അത് ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ അത് ഏതൊക്കെയാണ്? ഒന്ന്, വെയറിംഗ് അപ്പാരൽ, ശരിയാണ്. നിങ്ങൾ തുണിത്തരങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഡ്യൂട്ടി ഡ്രോ ബാക്ക് കിട്ടില്ല. ടീ ചെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. എക്സ്പോസ്ഡ് സിനിമാറ്റോഗ്രാഫ് ഫിലിംസ് ബൈ ബോർഡ് ഓഫ് ഫിലിംസ്. സോ ഓൾ ഓഫ് ദി എബോവ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നു. Then CBIC has clarified that our last question 181 നമ്മുടെ അവസാന ക്വസ്റ്റ്യൻ, CBIC has clarified that safeguard duty, anti-dumping duty and countervailing duty are rebatable as drawback in terms of section 75 of CUS. ഇതൊന്നും ആക്ച്വലി നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല കേട്ടോ, നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സിലബസിനകത്ത് പഠിക്കാനുള്ള സംഭവങ്ങളല്ല. ഇതൊക്കെ ഫൈനൽ ലെവലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എനിവേ വി ഹാവ് കംപ്ലീറ്റഡ്. അപ്പോൾ ഈ അവസാനം പറഞ്ഞ 3-4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിട്ടേക്കുക. നിങ്ങൾക്ക് ലാസ്റ്റ് അത് നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കില്ല, നമ്മുടെ ഏരിയക്കകത്ത് കവർ ചെയ്യുന്നതല്ല. അപ്പോൾ 178 ചോദിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് എന്താണ് റീ എക്സ്പോർട്ടേഷൻ എന്നുള്ളത് നിങ്ങളുടെ മെറ്റീരിയലിനകത്ത് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഉണ്ട്, ഏരിയ ആയിട്ട് തന്നെ ഉണ്ട്. അതല്ലാതെ അവസാനം വന്നു കഴിഞ്ഞാൽ 29, 80, 81, 179, 180, 181 ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ചോദിക്കാൻ സാധ്യതയില്ല. സോ ഇത്രയും, ബാക്കി നമ്മൾ സകലമാന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പരമാവധി കൺസെപ്റ്റ് പറയേണ്ട സ്ഥാനത്ത് നമ്മൾ കൺസെപ്റ്റ് പറഞ്ഞിട്ടുമുണ്ട്. സോ നോക്കിക്കോളുക, റിവൈസ് ചെയ്തോളുക. എക്സാമിനേഷന് പോകുന്നതിന് മുന്നേ ഈ MCQ നോക്കിയിട്ട് വേണം പോകാൻ. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കൂടി നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഓക്കെ, സോ വൺസ് അഗെയിൻ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പരമാവധി ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക. അതൊക്കെയാണ് നമുക്ക് ഈ എക്സാമിനേഷൻ്റെ അവസാന നിമിഷം ആവശ്യമായിട്ടുള്ളത്. സ്റ്റഡി ലീവിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. സോ ഓൾ ദി വെരി ബെസ്റ്റ്.